വേദിയിലിരിക്കുന്ന തണലിൻ്റെ 10ാമത് വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാജി കടായിൽ, തണലിൻ്റെ 10ാമത് വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സീന ബിജു നാരായണൻ, ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയും ഒപ്പം തന്നെ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും ഈ വാർഡിൻ്റെ മെമ്പറുമായിരിക്കുന്ന ശ്രീമതി മഞ്ജു സുരേഷ്, കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഈ നാടകവേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വം, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ചലച്ചിത്രത്തിൻ്റെ അഭ്രപാളികളിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ നാട്ടുകാരനും നമ്മുടെ സ്വകാര്യ അഹങ്കാരവുമായ ശ്രീ കോട്ടയം രമേശ് അവർകൾ, ഒപ്പം തന്നെ നമ്മുടെ ഈ നാട്ടിലെ നമ്മോടൊപ്പം സഹകരിച്ച് കഴിയുന്ന സിനിമയിലും സീരിയലുമൊക്കെ അഭിനയിക്കുന്ന ശ്രീ പരസ്പരം പ്രദീപ് അവർകൾ, അപ്പം നമ്മുടെ തണൽ കുടുംബാംഗവും നമ്മുടെ ഇടയിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഈ അടുത്തിടെ കയറി ഒരു ശക്തമായിരിക്കുന്ന കഥാപാത്രത്തിലൂടെ അഭ്രപാളിയിൽ സാന്നിധ്യം അനുഷ്ഠിച്ച ശ്രീ ജോസ് കടായിൽ, ഒപ്പം നമ്മുടെ പ്രതിഭകളായി നമ്മുടെ തണൽ കുടുംബാംഗങ്ങളായിരിക്കുന്ന ഡോക്ടർ റോണിറ്റ് പോൾ, ഡോക്ടർ ജ്യോതിക റാണി, ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന തണൽ കുടുംബാംഗങ്ങളെ, തണൽ എന്ന് പറയുന്ന നമ്മുടെ സൗഹൃദ കൂട്ടായ്മ, നമ്മുടെ പ്രസ്ഥാനം കഴിഞ്ഞ 10 വർഷത്തിലധികമായി തിരുവഞ്ചൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രവർത്തനം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോന്നിരിക്കുന്നത്. ശ്രദ്ധേയമായിരിക്കുന്ന പ്രവർത്തനം നടത്തുവാനും സാമൂഹിക മേഖലയാണെങ്കിലും അതുപോലെ തന്നെ ആനുകാലിക മറ്റ് മേഖലകളിലൊക്കെ എടുത്തു നോക്കിയാലും തണലിൻ്റെ പ്രവർത്തനം ഈ 10 വർഷത്തിലധികമായി നമ്മുടെ എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് ആതുര സേവന രംഗത്തുമൊക്കെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുവാൻ കാഴ്ചവെച്ച ഒരു പ്രസ്ഥാനമാണ് തണൽ. ആതുര മേഖല സേവന രംഗത്ത് നമ്മൾ ഈ പ്രസ്ഥാനം തണൽ എന്ന സഹൃദ കൂട്ടായ്മ തുടക്കമിടുമ്പോൾ തന്നെ ആതുര സേവന രംഗത്ത് ശ്രദ്ധേയമായിരിക്കുന്ന പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. ആദ്യമായിട്ട് തന്നെ നമ്മൾ വിവിധ രോഗികൾക്ക് നമ്മളിൽ നിന്ന് ചെയ്യാവുന്ന സഹായം നൽകുകയും ആ രോഗികളെ സംബന്ധിച്ച് കൃത്യമായി കിട്ടേണ്ടവർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ അർഹതപ്പെടേണ്ടവർക്ക് തന്നെ കിട്ടിയ ആദ്യ കുറേ വർഷങ്ങളിലൂടെ നമ്മുടെ ആതുര സേവന രംഗത്തെ പ്രവർത്തനം നമ്മൾ നടത്തുകയുണ്ടായി. അതിനുശേഷം പിന്നെയും നമ്മുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് ഭാഗമായി കുറച്ചും കൂടെ വിപുലകരമായിരിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനും ആതുര സേവനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ തണൽ ശ്രദ്ധിച്ചിരിക്കുന്നത് നമ്മുടെ രോഗികളും അതുപോലെ കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയും അതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തനം നമ്മൾ നടത്തുകയും ചെയ്തത്. പിന്നെ നമ്മൾ അതിനുശേഷം ഏകദേശം 3-4 വർഷം വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ യശസ്വനായ ഉമ്മൻചാണ്ടി സാറൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അനന്തുവിൻ്റെ ചികിത്സാ സഹായം നമ്മൾ വലിയൊരു ഒരു 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 പ്രവർത്തനമായിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തും ഒപ്പം തന്നെ മറ്റ് സംഘടനകളും ഒപ്പം ആ കുടുംബങ്ങളും മറ്റു കുടുംബാംഗങ്ങളും മറ്റ് ഇവിടുത്തെ ഈ തിരുവനന്തപുരത്തെ സാമൂഹ്യ മേഖലയിലുള്ള എല്ലാ സംഘടനകളും നടത്തുമ്പോൾ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധേയമായിരിക്കുന്ന പ്രവർത്തനം നടത്തുവാൻ തണലിന് സാധിച്ചു എന്നുള്ളത് തണൽ പ്രവർത്തനം നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിനുശേഷമാണ് നമ്മൾ 2018, 19, 20 കാലങ്ങളിൽ തുടർച്ചയായി 3 വർഷക്കാലം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ 2018 മേഖലകളിൽ ശക്തമായിരിക്കുന്ന പ്രളയം ഉണ്ടാകുകയും 19, 20 കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ പ്രളയം ഉണ്ടാകുമ്പോൾ ആ പ്രളയത്തിനുമൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തണലിൽ സാധിച്ചു എന്നുള്ളത് അതൊരു വലിയ ആ പ്രവർത്തനത്തിൻ്റെ ശ്ലാഘനീയമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളറിയാം, നമ്മുടെ വരുമാനം മറ്റു വരുമാനങ്ങളുമൊക്കെ ശേഖരിച്ചാണ് 2018 പ്രളയത്തിന് തിരുവല്ല പെരുന്തുരുത്തി എന്നൊരു ഭാഗം നമ്മൾ കണ്ട് തെരഞ്ഞുപിടിച്ച് അവിടെ പോയി ആ ഒരു 10-50 കുടുംബങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാൻ തണലിന് സാധിച്ചു എന്നുള്ളത് നമ്മളൊന്ന് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഒരു 19 തൊട്ട് എന്നിട്ട് ലോകം മൊത്തം വ്യാപിച്ച COVID-19 എന്ന മാരകമായിരിക്കുന്ന ഒരു മഹാമാരി ലോകം മുഴുവൻ വ്യാപിക്കുന്ന സമയത്ത് 19, 20, 22 കാലങ്ങളിൽ മാത്രം അങ്ങനെയുള്ള നമ്മൾ മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും സർക്കാർ പറഞ്ഞത് കൂട്ടിന് അകലമാണ് ഏറ്റവും നല്ല അടുപ്പം എന്ന് പറഞ്ഞ് അതിലൂടെ നമ്മളും സഞ്ചരിച്ചുകൊണ്ട് ആ കോവിഡ് കാലത്തും നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാനും ഒപ്പം തന്നെ കോവിഡ് രോഗികൾ
മേഖലകളെയൊക്കെ ചേർത്ത് നിർത്തുവാനും ഒക്കെ നമുക്ക് സാധിച്ചത് തണലിൻ്റെ മറ്റൊരു പ്രവർത്തനത്തിൻ്റെ മുഖമാണ്. അങ്ങനെ 10 വർഷത്തിലധികമായി ഈ തണൽ എന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു പ്രസ്ഥാനം തിരുവഞ്ചൂരിൻ്റെ ആ ഒരു സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും കലാരംഗത്തും അതുപോലെ മറ്റ് ആതുര സേവന രംഗത്തുമൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഇനിയും മുൻപോട്ടുള്ള തണലിൻ്റെ പ്രയാണത്തിന് ശക്തി വരികയും ഊർജം പകരുകയും ചെയ്ത പ്രവർത്തനമാണ് പിൻകാലങ്ങളിൽ 10 വർഷം നമുക്കുണ്ടായത്. ഇനി മുൻപോട്ടുള്ള നമ്മുടെ പ്രയാണം, ഇനി മുൻപോട്ടുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുൻപേക്കുള്ള പോക്ക് ഇതിനും ശക്തമായിരിക്കുന്ന രീതിയിൽ വേണം ഇനി നമ്മുടെ ഈ മുൻപോട്ട് നമ്മളെ തണലിനെ നയിക്കുവാൻ. നാളെയുടെ വാഗ്ദാനങ്ങളായി ഒരുപടി വിവിധ മേഖലകളിലുള്ള ആൾക്കാർ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒപ്പം തന്നെ നമ്മുടെ തണലിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിനന്ദനാർഹമായിരിക്കുന്ന കാര്യമാണ്. ജോസ് കടായിലൊക്കെ പ്രത്യേകിച്ച് മറ്റുള്ള 2 ചലച്ചിത്ര താരങ്ങളുണ്ടെങ്കിൽ ഞങ്ങളൊരു അഭിമാനമായിരിക്കുന്ന കാര്യമാണ്. ജോസ് കടായിൽ നല്ലൊരു ചരിത്രകാരനായി ഈ അഭ്രപാളികളിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തണൽ കുടുംബാംഗം എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റും. നമ്മുടെ 2 കുട്ടികൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ മെഡിസിൻ പാസ്സായി, അതും നമ്മുടെ കുടുംബാംഗമെന്ന രീതിയിലാകുമ്പം തണലിന് ഓരോ പൊൻതൂവലുകൾ കൂടി ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വരുന്ന നാളുകളിൽ ശക്തമായിരിക്കുന്ന പ്രവർത്തനം, വരുന്ന നാളുകളിൽ നിസ്വാർത്ഥമായിരിക്കുന്ന പ്രവർത്തനം, അതിരുകളില്ലാത്ത പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തണൽ എന്ന് പറയുന്ന ഈ കൊച്ചു പ്രസ്ഥാനത്തിൻ്റെ ഈ സമൂഹമായിരിക്കുന്ന ഈ തിരുവഞ്ചൂരിൻ്റെ മറ്റ് മേഖലകളെയും ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറ്റേണ്ട ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വം തണൽ കുടുംബാംഗങ്ങളായി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇതിനുശേഷം ഇതിൻ്റെ ചുമല എന്നൊരു ഉത്തരവാദിത്തത്തിന് ചുമലേറ്റെടുക്കുവാൻ ഒരു വരും തലമുറ വളർന്ന് അവരും നമ്മളോടൊപ്പം ഇതുവരെയുള്ള കാര്യങ്ങളിൽ അവരും സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. അവരോടൊപ്പം തന്നെ ഇനിയുള്ള നമ്മുടെ പ്രയാണങ്ങളിൽ ശക്തമായിരിക്കുന്ന പ്രവർത്തനം നടത്താൻ തണലിന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ശ്രീ ഷാജി കടായിലാണ്. തണൽ എന്ന് പറയുന്ന നമ്മുടെ സൗഹൃദ കൂട്ടായ്മ രൂപപ്പെടുത്തിയപ്പോൾ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് അതിന് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ അന്ന് പ്രസിഡന്റായിരിക്കുന്ന പ്രഥമ പ്രസിഡന്റും ശ്രീ ഷാജി കടായിൽ തന്നെയാണ്. അപ്പോൾ 10ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോഴും ഷാജി കടായിൽ തന്നെയാണ് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ ഇതുവരെ നടത്തുവാൻ ഈ ഒരു വർഷക്കാലം നല്ല നല്ല നിർദ്ദേശങ്ങളും തന്ന് ഈ പ്രസ്ഥാനത്തെ മുൻപോട്ടുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ സുഗമമായ രീതിയിൽ നല്ല ചടുലമായി ചലിപ്പിക്കുവാൻ കഴിവുള്ള ഒരു പ്രസിഡന്റാണ് ഷാജി കടായലിനെ 10ാമത് വാർഷിക സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഉദ്ഘാടക നമ്മുടെ ഉദ്ഘാടകയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സീന ബിജു നാരായണനാണ്. ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് നമ്മുടെ പുതുപ്പള്ളിയുടെ MLA ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ അന്നേരം നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അതിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് നമ്മളെ വിളിച്ചറിയിച്ചു. അദ്ദേഹം ഇപ്പം ഡൽഹിയിലാണ്. അദ്ദേഹം വരികളെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സീനയാണ് ഇപ്പം നമ്മുടെ ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് 4 വർഷത്തിലധികമായി ഗ്രാമപഞ്ചായത്ത് നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി സീന ബിജു നാരായണനെ തണലിൻ്റെ 10ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ഒപ്പം ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീമതി മഞ്ജു സുരേഷാണ്. അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും പ്രത്യേകിച്ച് ഈ വാർഡിൻ്റെ മെമ്പറുമാണ്. ഈ നമ്മുടെ തിരുവഞ്ചൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് ശ്രീമതി മഞ്ജു സുരേഷിൻ്റെത്. നമ്മളുടെ ആവശ്യം നമ്മളറിയിക്കുകയും നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നമ്മളൊരു ബൈറ്റ് തരണമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശ്രീമതി മഞ്ജു സുരേഷ് അതെല്ലാം നമുക്ക് ചെയ്തു തന്നു. ഈ യോഗത്തിൻ്റെ ഈ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമതി മഞ്ജു സുരേഷ് അയർക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. യോഗത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഇപ്പോൾ അടുത്ത നാളുകളിലെല്ലാം നമ്മുടെ ചലച്ചിത്ര അഭ്രപാളികളിൽ കാണുവാൻ സാധിക്കുന്ന മുഖമാണ് രമേശ് ചേട്ടൻ്റെ മുഖം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെ എന്നൊക്കെ പറയാം. തിരുവഞ്ചൂർ ശക്തമായിരിക്കുന്ന 3-4 സിനിമാ താരങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് തണലിന് മാത്രമല്ല, തിരുവഞ്ചൂർ എന്ന് പറയുന്ന വലിയൊരു കരയ്ക്ക് തന്നെ അഭിമാനമാണ് കോട്ടയം രമേശ് എന്ന് പറയുന്ന സിനിമാ താരം.
നമുക്കൊരു അയ്യപ്പനും കോശിയും എന്ന പടത്തിലൂടെ ശക്തമായിരിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ജനഹൃദയങ്ങളിൽ, പ്രത്യേകിച്ച് സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ശക്തമായിരിക്കുന്നൊരു കഥാപാത്രമാണ് അന്ന് കോട്ടയം രമേശ് ചേട്ടൻ ആ പടത്തിൽ കാഴ്ചവെക്കുകയുണ്ട്. അതിനുശേഷം തന്നെ അനവധി പടങ്ങളിലൂടെ ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ തിരക്കുള്ള ഒരു മേഖലയിൽ ആണ് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചത്. സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ള ഒരു മേഖലയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറയുമ്പോൾ ഷാൻചാറിനെ വിളിച്ച് പറയുന്നുണ്ട്, ഒരു പക്ഷെങ്കിൽ അന്ന് ഷൂട്ടിംഗ് ആണ്, വരാൻ സാധിക്കത്തില്ല. ഇന്ന് രാവിലെ വരെ നമ്മൾ ധരിച്ചിരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാവും എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദൈവാനുഗ്രഹം കൂടി ഉണ്ട്. നമ്മുടെ ഈ മഹനീയമായിരിക്കുന്ന ഈ സമ്മേളനത്തിന്, മനോഹരമായിരിക്കുന്ന സമ്മേളനത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ സമ്മേളനത്തിന് ഒരു നിറപ്പകിട്ടേകും കൂടുതലേ ഉണ്ടാവുള്ളൂ. കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയം. നമുക്ക് അനുഗ്രഹമായിരിക്കും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ കോട്ടയം രമേശ് ചേട്ടനെ ഈ തണലിൻ്റെ 10ാമത് വാർഷിക യോഗത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഒപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ തിരുവഞ്ചൂർ നാട്ടുകാരൻ പരസ്പരം പ്രദീപ് ചേട്ടനാണ്. അദ്ദേഹവും ഇവിടെ നമുക്കറിയാം, ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടെ ഈ തിരുവഞ്ചൂരിൻ്റെ മണ്ണിലൂടെ വളർന്ന് നാടകത്തിലൂടെയും അതുപോലെ സീരിയലിലൂടെയും ഇപ്പോൾ സിനിമയിലൂടെയൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടിയ ഒരു നടനാണ് കോട്ടയം പ്രദീപ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വീകരണ മുറികളിൽ, പ്രത്യേകിച്ച് സീരിയലുകളിൽ, ഒത്തിരി സീരിയലുകൾ, ഏതൊക്കെ ഏഷ്യാനെറ്റ് ആണെങ്കിലും മനോരമയാണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും കൈരളി ആണെങ്കിലും ഏതൊക്കെ ചാനൽ എടുത്താലും അവിടെയൊക്കെ നമ്മൾ ആ ചാനലിലൂടെ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു മുഖമാണ് നമ്മുടെ പ്രദീപേട്ടൻ്റെ മുഖം എന്ന് പറയുന്നത്. അതും നമ്മുടെ ഒരു അനുഗ്രഹമാണ്. കാരണം ഇതൊക്കെ തിരുവഞ്ചൂരിൻ്റെ മുഖങ്ങളായി നാളെ ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരുവഞ്ചൂരിൻ്റെ മുഖം എന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്ക് വലിയൊരു നമ്മുടെ തിരുവഞ്ചൂരിൻ്റെ പ്രസക്തി പേരും വിളിച്ചോതുന്ന ഒരു നേതാവാണ്. ഒപ്പം തന്നെയാണ് ഇവരൊക്കെ തന്നെ എന്ന് പറയുമ്പം അദ്ദേഹവും നല്ല തിരക്കുള്ള സമയത്താണ് നമ്മൾ ആവശ്യപ്പെടുകയും നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ ഒരു ചെറിയ ഒരു ആദരവുണ്ടാവും എന്നൊക്കെ പറയുകയും അതിൽ ഞാൻ പങ്കെടുക്കാമെന്ന് യാതൊരുവിധ ഒരു വൈമനസ്യം കാണിക്കാതെ നമ്മുടെ യോഗത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. നമ്മുടെ നാട്ടുകാരൻ പരസ്പരം പ്രദീപിനെ ഈ 10ാമത് തണലിൻ്റെ വാർഷിക യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ തണൽ കുടുംബാംഗം ജോസ് കടായിലാണ്. ജോസ് കടായിലെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് തണൽ കുടുംബാംഗങ്ങളൊന്നും പറയേണ്ടത് ആവശ്യമില്ല. കഴിഞ്ഞ 10-ലധികം വർഷമായി ഈ പ്രസ്ഥാനത്തിനോട് മെയ് മറന്ന് നമ്മുടെ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു കുടുംബാംഗമാണ് ജോസ് കടായിൽ എന്ന് പറയുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, അദ്ദേഹം കുറച്ച് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ ദിവസം റിലീസായ കർണിക എന്ന പടത്തിൽ ഒരു വില്ലൻ റോഡിലൂടെ ചലച്ചിത്ര മേഖലയിലേക്ക് ശക്തമായിരിക്കുന്നൊരു കഥാപാത്രമായിട്ട് വന്ന ഒരു വ്യക്തിത്വമാണ് ജോസ് കടായിൽ. അതും നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞോട് തിരുവഞ്ചൂരിൻ്റെ ഒരു മുഖം, പ്രത്യേകിച്ച് തണൽ കുടുംബത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഒക്കെയായി നാളെ ഇനി വീണ്ടും ഈ ചലച്ചിത്ര മേഖലയിൽ ഇനി അനേകം ഈ കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ള സാധ്യത അദ്ദേഹത്തിനും ഉണ്ടാകട്ടെ. അദ്ദേഹം നമ്മുടെ തണൽ കുടുംബാംഗം എന്ന രീതിയിൽ തന്നെ അദ്ദേഹം നല്ലൊരു നടനായി വന്നു. നടനായത് നമുക്കും അഭിമാനിക്കാം. ഒപ്പം തന്നെ ഈ തിരുവഞ്ചൂർ കരയ്ക്കും ഒരു അഭിമാനമാണ്. ജോസ് കടായിലിനെ ഈ തണലിൻ്റെ 10ാമത് വാർഷികത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ തണൽ കുടുംബാംഗങ്ങളായ നമ്മുടെ 2 കുഞ്ഞുങ്ങൾ നമ്മുടെ വേദിയിലുണ്ട്. ഒന്ന് ഡോക്ടർ റോണിറ്റ് പോൾ, നമ്മുടെ കുടുംബാംഗത്തിൽ നിന്ന് ഉന്നതമായിരിക്കുന്ന പഠനം എന്ന് പറഞ്ഞ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ ഉന്നതമായിരിക്കുന്ന ഒരു പഠനമാണ്. അതെല്ലാവർക്കും സ്വപ്നം കാണാൻ പറ്റുമോ, എല്ലാവർക്കും അവിടെ എത്താൻ പറ്റുമോ അതൊക്കെ പിന്നത്തെ കാര്യം. എങ്കിലും നമ്മുടെ തണൽ കുടുംബത്തിൽ നിന്ന് 2 ഡോക്ടർമാർ നമുക്കുണ്ട് എന്നുള്ളൊരു തണലിനെ സംബന്ധിച്ച് വലിയ അഭിമാനാർഹമായിരിക്കുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ പറയുകയും അദ്ദേഹം ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴയാണ് ഇപ്പോൾ അദ്ദേഹം റോണിറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ തിരക്കിലൊക്കെ അദ്ദേഹം അവിടെ ആ സമയമൊക്കെ ആ തിരക്കുണ്ടെങ്കിൽ പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കുടുംബാംഗം എന്ന നിലയിൽ പ്രത്യേകിച്ച് നമുക്ക് അഭിനന്ദനീയം അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് 2 പേർ ഇവിടെ എത്തിയിരിക്കുന്നത്. റോണിറ്റ് പോളിനെ നമ്മുടെ 10ാമത് ഈ വാർഷിക യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു കുടുംബാംഗം ഡോക്ടർ ജ്യോതിക റാണി KJ, അപ്പോൾ നമ്മുടെ തണൽ കുടുംബാംഗമാണ്. ആ കുട്ടിയും മോളും നമ്മുടെ ഈ മെഡിസിൻ കഴിഞ്ഞ്
ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വിട്ട് അഭിമാനിക്കാവുന്ന രണ്ട് വിദ്യാർത്ഥികൾ, രണ്ട് ഉന്നതമായിരിക്കുന്ന നിലവാരത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് കുട്ടികൾ നമ്മുടെ തണൽ കുടുംബാംഗം വന്നിരിക്കുന്നു. ജ്യോതിക റാണിയും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഉടനെ തന്നെ വർക്ക് അതിന് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മുടെ ഇതൊക്കെ ഒരു പ്രചോദനമാകട്ടെ. നമ്മുടെ വരുന്ന ആളുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവിധ മേഖലകളിൽ ഡോക്ടർമാരാകാനും IAS ആകാനും മറ്റ് വിവിധ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ആകാനും ഒക്കെ ഇതൊക്കെ ഒരു പ്രചോദനമാകും. അപ്പം നമ്മൾ തന്നെയാണ് അവരെ അംഗീകരിക്കേണ്ടതും നമ്മൾ തന്നെയാണ് അവർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത്. ആ അവസരത്തിന് വേണ്ടി നമ്മൾ ജ്യോതിക റാണി ക്ഷണിക്കുകയും ജ്യോതിക റാണി 10ാമത് തണലിൻ്റെ വാർഷികത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ജ്യോതിക റാണിയെ ഈ 10ാമത് വാർഷിക യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പം വേദിയിലിരിക്കുന്ന തണലിൻ്റെ സെക്രട്ടറി മനു കളപ്പുരിക്കൽ കഴിഞ്ഞ 1.5 മാസക്കാലമായി തന്നെ ഇതിൻ്റെ പുറകിൽ കുറച്ച് നിരന്തരം ഓരോരോ കാര്യങ്ങൾ ഓടുകയും അങ്ങോട്ട് പോയി ഇതിന് പോവുകയും ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു സെക്രട്ടറി എന്ന നിലയിൽ മനു ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം 100% ആത്മാർത്ഥതയോടും അതുപോലെ തന്നെ അതെല്ലാം കൃത്യനിഷ്ഠതയോടും ഒക്കെ ഇതുവരെ ചെയ്തിരിക്കുകയാണ്. കാരണം ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ജൂനിയർ ആയിരിക്കുന്ന ഒരു മെമ്പറെന്ന് വേണം മനുവായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൂടുതലായി ഏൽപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും അതൊക്കെ ചെയ്യുകയും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ സെക്രട്ടറിയുടെ ആ ഉത്തരവാദിത്വം നല്ല രീതിയിൽ ചെയ്ത് നമ്മുടെ ഈ 10ാമത് വാർഷിക യോഗത്തിൽ നമ്മുടെ ഈ സ്റ്റേജിൽ ഇപ്പം മനു സന്നിഹിതനായത് മനുവിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പം തന്നെ ഈ യോഗത്തിന് കഴിഞ്ഞ രേഖപ്പെടുത്തുന്ന ഷാൻ ചേട്ടൻ വേദിയിലില്ലെങ്കിലും ഷാൻ ചേട്ടനും ഞങ്ങളുടെ ഒപ്പം തന്നെ ഇതുവരെ ഈ 10 വർഷക്കാലമായി ഈ തണലിൻ്റെ ഞങ്ങളുടെ എല്ലാവിധ കുസൃതികൾക്ക് ഞങ്ങൾക്കൊരു പിതാവിൻ്റെ സ്ഥാനത്തും ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തും ഒക്കെ നിന്ന് ഒരു സഹോദര തുല്യനായി പിതാവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് നിർദ്ദേശം തരികയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതുവരെ ഞങ്ങളോടൊപ്പം ഈ സമ്മേളനത്തിൻ്റെ ഈ സമയം വരെ നമ്മുടെ ഒപ്പം കൊണ്ട് ഷാൻ ചേട്ടനെ ഇപ്പോൾ അവിടെ സദസ്സിലാണിരിക്കുന്നത്. എങ്കിലും ഷാജൻ ചേട്ടനെ ഞങ്ങളുടെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ വന്നിരിക്കുന്ന തണൽ മെമ്പേഴ്സ്, തണൽ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.